സ്ത്രീധനം എന്നുള്ള സംഭവം ഉണ്ടല്ലോ, കണക്റ്റിംഗ് ആണ്. കാരണം അത് ആ പെൺകുട്ടീന്റെ ജീവിതത്തിൽ എല്ലാ ചടങ്ങ് വരുമ്പോഴും എല്ലാ സമയത്തും ഒരു കുട്ടിന്റെ ഇതിന് പോലും ഈ സ്ത്രീധനത്തിന്റെ വർത്താനം ഉണ്ടാവും. എന്റെതും ഉണ്ട്. കണക്റ്റിംഗ് ആയിട്ട് വർത്താനം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് പ്രസവത്തിന് കൊണ്ടുവന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ കുറവ് എത്തി, ഇത്രയൊക്കെ മതി. ത്തിലും സ്ത്രീധനം എന്നുള്ള കാര്യം കണക്റ്റിംഗ് ആണ്. അത് നിങ്ങൾ അറിയുന്നുണ്ട്. കാരണം ഓക്കെ, ബാഗ് വാങ്ങിയ കാര്യത്തിലും ബാഗ് വാങ്ങിയപ്പോഴും ഈ സെയിം കാര്യം പറഞ്ഞു, സ്ത്രീധനം. സ്ത്രീധനം കൊണ്ടുവരാത്തവർക്ക് ബാഗൊക്കെ വാങ്ങിക്കണം, ഇവിടെ ഒന്നും എല്ലാം കൊടുന്നവൾക്കും ഒന്നും വാങ്ങിയിട്ടില്ല. ഇങ്ങനത്തെ ഒരു കാര്യം പിന്നെയും പറഞ്ഞു. അപ്പൊ നമ്മൾ സാഹചര്യം ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, റിപ്പീറ്റ് അടിച്ചുകൊണ്ട് ഈ വർത്താനം തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മളൊന്നും വേണ്ടിയില്ല. അതേപോലെ 3 മാക്സ് എടുക്കുന്നിടത്ത് 1 മാക്സ് എടുത്ത് പാത്തിച്ചു, അത് മതി എന്ന് പറഞ്ഞിട്ട് ഉമ്മാക്ക് എടുത്തത്. ഇത് എത്രത്തോളം നമുക്ക് മനസ്സിലാവുന്നറിയില്ല. ഈ ഇതിങ്ങനെ എടുക്കുമ്പോൾ പ്രസവത്തിനാണ് പോകുന്നത്. ഒരു കുഞ്ഞിനെ ഈ ലോകത്തേക്ക് വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് ആ പെൺകുട്ടി പാടുപെടുന്നത്. ഇതൊന്നും ഓർക്കണ്ട. ഇതൊക്കെ ചെയ്യുന്നത് ആരാ? 4ഉം 5ഉം പ്രസവിച്ച സ്ത്രീയാണ് ചെയ്യുന്നത്. അതുകൂടെ ഓർക്കണം. മറ്റൊരു ഉള്ളിലുള്ള ഒരു കുഞ്ഞിനോട് പോലും കരുണ കാണിക്കാത്ത മനുഷ്യന് എങ്ങനെ ജീവിക്കാൻ പറ്റും? ഇത് അങ്ങനെ കുറേ വട്ടം പട്ടിണിക്ക് ഇട്ടിട്ട് ആ കുട്ടീനെ അബോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിപ്പിച്ചിട്ടുണ്ട്. ഉള്ളത്തെ ആ ജീവനെ കളയാൻ വേണ്ടി നോക്കിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ആ കുട്ടിക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിച്ചൊരു സൂസൈഡ് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ പെൺകുട്ടികൾ സൂസൈഡ്, ഈ സ്ത്രീധന ഇല്ലായ്മ ഉണ്ടല്ലോ, അത് ജീവിതകാലം മുഴുവൻ അവളങ്ങനെ ചുറ്റിപ്പറ്റിക്കൊണ്ടിരിക്കും. അവളെ മക്കൾക്ക് ഉണ്ടാവും, എല്ലാ കാര്യത്തിലും അവളെ കാര്യത്തിൽ മാത്രമല്ല. ഇങ്ങനെ ഇതാണ് പെൺകുട്ടികൾ വായിക്കുന്നത്. ഈ സ്ത്രീധനത്തിന്റെ വർത്താനം എല്ലാ കാര്യത്തിലും പെൺകുട്ടികൾ സഹിക്കുന്നുണ്ട്. വീട്ടിക്ക് പോന്നപ്പോ എന്താ പറയാ, സാധനങ്ങളൊന്നും അവർ തന്നെ അധികമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, വലിയ കാക്ക ഉണ്ടായതുകൊണ്ട് കുറച്ച് കുറവില്ലാതെ ആളെ മാത്രമേ അതിന് പേടിണ്ടായിരുന്നു. അപ്പൊ പിന്നെ ആള് പറയുന്ന പോലെ ചെയ്തിട്ട് ഉണ്ടായി. മകൻ എന്ന് പറഞ്ഞാല് എന്ന് വെച്ചാല് അവളുടെ ഭർത്താവ് ഉമ്മ പറഞ്ഞ മാത്രമേ കേൾക്കുള്ളൂ. ഉമ്മ ചെയ്യണ്ടെന്ന് പറഞ്ഞാല് ആളെ ചെയ്യൂല. ഒരു പെൺകുട്ടിക്ക് കൊടുക്കേണ്ട പരിഗണന, സ്നേഹം, അവൾക്ക് കൊടുക്കേണ്ട സംരക്ഷണം, അതൊക്കെ ഉമ്മ പറയണം ചെയ്യണമെങ്കിൽ. അല്ലാതെ ചെയ്യാൻ പറ്റില്ല. ഉമ്മ പറയില്ല. അതാണ് ഉമ്മക്കുട്ടികളെ പ്രധാന കാര്യം. അതാണ് ഉമ്മ പറഞ്ഞാലേ അവര് ചെയ്യുള്ളൂ. ഒരിക്കലും ഉമ്മ പറയില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താ അറിയോ? ഒരു ദിവസം പുറത്ത് എവിടെ പോയപ്പോ നമ്മൾ നാത്തൂന്റെ വീട്ടിൽ പോകുന്ന സമയത്ത് തിരിച്ചു വന്നപ്പോ ഭയങ്കര ഇട്ടായിട്ടുണ്ട്. 10 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഫുഡ് വേണല്ലോ. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ടാ. അപ്പൊ ഉമ്മ എന്താ പറഞ്ഞാൽ, ഈ ഒറ്റക്ക് വേണമെങ്കിൽ പോയി കഴിച്ചിട്ട് വന്നോ, പരിയിലൊക്കെ ഉണ്ടാക്കിച്ചിട്ടുണ്ട്, നോക്കണേ. അവനൊരു ഭാര്യ ഉണ്ട്. ആ ഭാര്യ പ്രഗ്നന്റ് ആണ്. 7 മാസത്തോളം പ്രഗ്നന്റ് ആണ്. 5 മാസത്തോളം പ്രഗ്നന്റ് ആണ് അത്. ആ ഭാര്യ കേക്കാണ് ഉമ്മ പറയുന്നത്. ഇത് ഒറ്റക്ക് പോയി കഴിച്ചിട്ട് വന്നോ, പരിയിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പോലും പുറത്തുനിന്ന് ഒരു ഫുഡ് വാങ്ങി കൊടുക്കുകയെത്തിച്ചിട്ട് കഴിച്ചൊക്കെ എത്രത്തോളം ഇതാണെന്ന് ആ പെൺകുട്ടിന്റെ മനസ്സ് എത്രത്തോളം വേദനക്കുണ്ടാവും. ഒന്നിനും അവൾക്ക് നല്ല ഭക്ഷണം കിട്ടണില്ല, നല്ല പ്രോട്ടീൻ ആയിട്ടുള്ള ഭക്ഷണങ്ങളും കൊടുക്കണില്ല. പക്ഷെ പുറത്തുനിന്ന് പോലും ഒരു നല്ല ഇഷ്ടമുള്ള ഫുഡ് പോലും വാങ്ങി കൊടുക്കാൻ ഉമ്മ അയക്കണില്ല. ഈ പ്രശ്നം എന്താ അറിയോ? സ്ത്രീധനം കുറഞ്ഞു പോയി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട്. അതൊന്നും കഴിക്കാൻ മാത്രം ഇല്ലടോ പെൺകുട്ടി. അവൾക്ക് അവന് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവൾ സ്ത്രീധനം തന്നിട്ടില്ലല്ലോ. അങ്ങനെ എന്താ കിട്ടിയ അറിയോ? കഴിച്ചില്ല കേട്ടോ. അങ്ങനെ പിന്നെ അവൻ ഒറ്റക്ക് പോയിട്ട്, എപ്പോഴും അങ്ങനെ ഒറ്റക്ക് ഫ്രണ്ട്സിന്റെ കൂടെ ഒറ്റക്ക് പോയിട്ട് ആള് കഴിച്ചിട്ട് ആ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കും. പ്രഗ്നന്റ് ആയ സ്വന്തം ഭാര്യക്ക് അയച്ചു കൊടുക്കും. ഇന്ന് കഴിച്ച ഫുഡ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് അയച്ചു കൊടുക്കും. 7 മാസം അവളെ കൂട്ടിക്കൊണ്ട് സെയിം തന്നെ. അങ്ങനെ 7 മാസം അവളെ കൂട്ടിക്കൊണ്ട് വന്നു. അന്നാണ് അവളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ഉള്ളത്. അപ്പൊ ആ വെഡിങ് ആനിവേഴ്സറിന്റെ അന്ന് ഇവര് ആളെ കാണണല്ലോ. അപ്പൊ ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവിടെ നോക്കൊന്നുമില്ല. അപ്പൊ ഇവൾക്ക് എന്താ അറിയോ, ആളില്ലെങ്കിൽ അവൾ കഴിക്കൂല ഫുഡ്. അവള് സ്കൂളിൽ പോകുന്ന സമയത്തും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അവൾക്ക് ഒരു കേക്കിന്റെ കഷ്ണം കൊടുത്താല് അവള് സാറിന്റെ അടുത്തുനിന്ന് ടീച്ചറിന്റെ അടുത്ത് തന്നെ ചോദിച്ചു വാങ്ങും. എനിക്ക് ഒന്നും പാടി വേണം, എനിക്ക് ആൾക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് ചോദിച്ചു വാങ്ങും. കാരണം അവൾ കൊടുക്കുകയും ചെയ്യട്ടോ. അവരെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവർക്ക്. ടീച്ചേഴ്സിന് അവരുടെ ഇഷ്ടം, അവൾക്ക് കൊടുക്കും. ആള് കഴിക്കാതെ അവള് കഴിക്കൂലായിരുന്നു. അത്രക്ക് സ്നേഹമായിരുന്നേ. ഇങ്ങനെയൊക്കെ കാട്ടിയിട്ടും അവൾക്ക് ഭയങ്കര സ്നേഹമായിരുന്നു ആളോട്. എന്നിട്ട് ആള് കഴിക്കാതെ അവള് കഴിക്കൂലായിരുന്നു. എപ്പോഴും അങ്ങനെ. അവളെ വീട്ടിൽ നിന്ന് നല്ല നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിയാലും, സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കിയാലും ആള് വരാതെ അവള് കഴിക്കൂലായിരുന്നു. വെഡിങ് ആനിവേഴ്സറിന്റെ അന്നും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ കഴിക്കാതെ ആളെ കാത്തിരുന്നു. അപ്പൊ ഉമ്മനോട് പറഞ്ഞു, ഉമ്മ വിളിച്ചാലേ ഇങ്ങനെ നിങ്ങൾ വരാൻ പറയും, എന്നാലേ ഞാൻ കഴിച്ചുള്ളൂ പറഞ്ഞിട്ട് അവൾ കഴിച്ചില്ല കേട്ടോ. അപ്പൊ ഉമ്മ എന്നിട്ട് ആളെ വിളിച്ച് വരുത്തിയതിന് ശേഷമാണ് കഴിച്ചത്. അപ്പൊ ആളൊരു 9 മണിയൊക്കെ ആയപ്പോ വന്നു രാവിലെ വന്നു. അപ്പൊ ആള് ഭയങ്കര സാഡാണ്, ഭയങ്കര കരച്ചിലൊക്കെയാണ്, ഭയങ്കര സങ്കടത്തിലാണ്, കരഞ്ഞുകൊണ്ടൊക്കെയാണ്. അപ്പൊ അവളുടെ വെഡിങ് ആനിവേഴ്സറി, അവളുടെ കല്യാണമായിരുന്നു അന്ന്. അത് ആഗസ്റ്റ് 15 അന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പൊ അറിയില്ല, ആണോ അല്ല എനിക്ക് ഒറ്റയായിട്ട് അറിയില്ല. പക്ഷെ അവളെ കല്യാണത്തിന് അന്ന് ആൾ കരച്ചിലാണ്. രാവിലെ തൊട്ട് രാത്രി, അന്നത്തെ ദിവസം മുഴുവൻ ആള് സിറ്റൗട്ടിൽ നിന്നാണ് കരയുന്നത്.
അപ്പൊ ഉമ്മ അങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ ഓൻ കരയുന്നത്, എന്താ ഓൻ കരയുന്നത്, ഇത് നിങ്ങൾ പറഞ്ഞോ, ഇത് നിങ്ങൾ കണ്ടോ, എന്തിനാ ഓൻ കരയുന്നത്. നമുക്ക് ഉമ്മാനോട് പറയാൻ പറ്റും ഇന്ന കാര്യം കൊണ്ടാണെന്ന് പറയണ്ടില്ല. അപ്പൊ അവളൊന്നും പറഞ്ഞില്ല. അപ്പൊ ഉമ്മ അപ്പൊ പിന്നെ ആളോട് ചോദിച്ചപ്പോ ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ടോ. അപ്പൊ ഈ സംഭവം ഇതാണ്, അവളെ കല്യാണം ആയതുകൊണ്ട് ആൾ കരയുന്നു ഭയങ്കര. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ ഇന്ന് അവളെ കല്യാണമാണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ തന്നെ അറിയുന്നത് കല്യാണമാണ്. നിക്കാഹല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്റെ ഉള്ളിലൊരു കുട്ടിയുണ്ട്, 7 മാസമാണ് കുട്ടിക്ക് പ്രായം. ആ സമയത്താണ് ഇപ്പളെ കല്യാണം. ഇപ്പളെ ഓർത്തിട്ടാണ് കരയുന്നത്. വിചാരിച്ചു ഓക്കെ, സ്നേഹം തിരിഞ്ഞു മറിഞ്ഞ് ഇങ്ങോട്ട് വരുന്നുണ്ടാവും. ഒരു കുട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ എന്റെ മകൾക്ക് കാണുമ്പോൾ വരുമല്ലോ. പിന്നെ അവളെ പ്രതീക്ഷ അതായി, ഒരു കുട്ടി ഉണ്ടായാൽ പിന്നെ എനിക്ക് സ്നേഹമൊക്കെ കിട്ടും. പക്ഷെ ഒരിക്കലും എന്താ പറയാ, ഇഷ്ടം ആൾക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ ആൾ സ്നേഹിച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. സ്നേഹിക്കപ്പെടുമ്പോ ഉണ്ടാവുന്ന സന്തോഷമൊന്നും അവൾക്ക് ഉണ്ടായിട്ടില്ല. കല്യാണം കഴിഞ്ഞ തൊട്ട് അവൾക്ക് ഉണ്ടായിട്ടില്ല. കാരണം അവളെ സ്നേഹിക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും കൂട്ടുകാരെ മുമ്പില് എന്താ പറയാ സ്വന്തം ഭാര്യനെ പ്രൊട്ടക്ട് ചെയ്യൂലായിരുന്നോ. ഉമ്മ പറഞ്ഞാലും സ്വന്തം ഭാര്യക്ക് സ്ഥാനം കൊടുക്കൂലായിരുന്നു. ഉമ്മാന്റെ വാക്ക് കേട്ടുകാണ്ട് ആ പെൺകുട്ടീനെ കഷ്ടപ്പെടുത്തുമായിരുന്നു. ഇല്ല, ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞാല് ഒരു പരസ്പരം നമ്മളെ മനസ്സിൽ നിന്ന് തോന്നേണ്ട ഒരു കാര്യമാണ്. ആ മനസ്സ് തോന്നണ, അങ്ങനെ തോന്നുമ്പോ ഒരിക്കലും ആ പെൺകുട്ടീനെ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാൻ കഴിയൂല. പിന്നെ അത് കഴിഞ്ഞിട്ടോ. അപ്പം ഇവള് അനുഭവിച്ച പല റീസൺസും ഇതിന്റെ പുറത്തും ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് അങ്ങനെ വെഡിങ് ആനിവേഴ്സറിന്റെ അവൻ കരഞ്ഞു, അങ്ങനെ ആൾ കരയാണ്, ഭയങ്കര കരച്ചിലാണ്. അപ്പൊ നമുക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ ഫാമിലിന്റെ മുമ്പിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, നമ്മൾ ചൂടി പോകും. ഒരു കാമുകിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഭാര്യന്റെ മുമ്പിൽ വെച്ചാണ് കരയുക, ആ ഭാര്യ പ്രഗ്നന്റ് കൂടെ ആവുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. അതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ രാത്രി ആണെങ്കിലും ആളിങ്ങനെ എഴുന്നേറ്റ് നടക്കും, ഇട്ടത്ത് കൂടെ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കും. കല്യാണം കഴിഞ്ഞത് തൊട്ട് അങ്ങനെ തന്നെ, മിക്ക ദിവസം ടെൻഷൻ വരുന്നത് പറഞ്ഞിട്ട് എഴുന്നേറ്റ് നടക്കും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഉമ്മ സിറ്റ് ഔട്ടിൽ ഇഷ്ടത്ത് വന്നിരിക്കും, പുതപ്പ് തലയിൽ കൂടെ ഇട്ട് കണ്ടൊക്കെ വന്നിരിക്കും. ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പം കുട്ടി കുറെ അനുഭവിച്ചിട്ടുണ്ട്, ഇങ്ങനത്തെ കുറെ പേടിച്ചിട്ട് കുറെ കാര്യങ്ങൾ അവൾ അനുഭവിച്ചിട്ടുണ്ട്. അതേപോലെ അവള് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്, നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഒന്നുണ്ടാക്കാൻ വേണ്ടി നിന്നപ്പോൾ കറുത്ത ഒരു ഡോഗ്, കണ്ണൊക്കെ ചുവന്ന ഡോഗിനെ കണ്ടിട്ട് അവൾ പേടിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അവളിങ്ങനെ ഫേസ് ചെയ്ത് ആള് പിന്നെ ഫുഡൊന്നും കഴിച്ചില്ല. അങ്ങനെ വരുത്തി തീർത്തു എന്നല്ലാതെ ഫുഡൊന്നും കഴിച്ചില്ല. ഉമ്മ ഹോസ്പിറ്റലിലേക്ക് വന്നു 8ാം മാസത്തിലിട്ട് സ്കാനിങ് ഒക്കെ ഉണ്ടായ സമയത്ത് ഞാനും വരാനിട്ട് ഉമ്മ വന്നു. അപ്പൊ നമുക്ക് ക്യാൻറ്റീനിൽ കുറെ ലൈറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ക്യാൻറ്റീനിൽ ചോറുന്ന, അപ്പൊ എന്റെ ഉമ്മ തന്നെയാണ് പൈസ കൊടുക്കുന്നത്. ചോറുന്ന നേരത്ത് ഇങ്ങനെ തുറപ്പിച്ച് നോക്കണില്ല, തുറപ്പിച്ച് നോക്കുന്ന ആ സമയത്ത് തന്നെ എനിക്ക് തരിപ്പ് പോയി. തരിപ്പ് പോയാൽ പ്രഗ്നൻസിയിൽ എല്ലാവർക്കും ഉണ്ടോന്ന് എനിക്കറിയില്ല. തരിപ്പ് പോയാല് ശ്വാസം കിട്ടില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായി. പ്രഗ്നൻസിയിലാണോ അതൊക്കെ കണ്ടത്. ഞാൻ ഇങ്ങനെ എന്റെ പേര് പറയാന് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. എന്റെ പേര് ഞാനാണെന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് വിഷമം വരുന്നുണ്ട്. ഇതൊക്കെ ഞാൻ എങ്ങനെ സഹിച്ചു എന്നുള്ള ഒരു തോന്നൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അവള് റിപ്പീറ്റ് അടിച്ച് ഞാൻ പറയുന്നത്. ഇത് ഞാനത് മറക്കാൻ വിചാരിച്ചാൽ എനിക്ക് ഒരു പേടി സ്വപ്നമായിട്ട് അത് എങ്ങനെയെങ്കിലും എന്റെ മനസ്സിൽ നിന്ന് പോയി കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ, ഇതൊക്കെ ഫേസ് ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവളെന്ന് പറയുന്നത്. ഓക്കെ, സോറി കേട്ടോ. അവള് തന്നെ പറയുമ്പോൾ ആണ് എനിക്കത് പറയാൻ തോന്നുള്ളൂ. ഞാനാണെന്ന് പറയുമ്പോൾ എനിക്കത് ഭയങ്കര വിഷമാവുന്നുണ്ട്. അപ്പൊ പിന്നെ അങ്ങനെ അവളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കട്ടമ്മ. മുഖത്തേക്ക് നോക്കിയപ്പോ അവൾക്ക് തരിപ്പ് പോയി. പ്രഗ്നന്റ് അല്ലേ, അപ്പൊ തരിപ്പ് പോയി, ശ്വാസം കിട്ടാതായി. കുറേ കഴിഞ്ഞിട്ടാണ് അവൾക്ക് ആ ശ്വാസം തിരിച്ചു കിട്ടിയത്. ഇങ്ങനെ ഒരു ഇഷ്യൂസ് അവൾക്ക് റിപ്പീറ്റ് അടിച്ച് പ്രഗ്നൻസിയിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അവൾക്ക് റിപ്പീറ്റ് അടിച്ച് കണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞു. അങ്ങനെ ഓരോ ഇഷ്യൂസ് അങ്ങനെ ഉണ്ടായി. ഫുഡ് കഴിക്കുന്നതിലും എല്ലാത്തിലും ഇങ്ങനെ പ്രശ്നങ്ങളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇവിടെ 7ാം മാസം കൂട്ടി കൊണ്ടല്ലോ. പിന്നെ 8 മാസം കഴിഞ്ഞു. അപ്പം 9ാം മാസമായി. അപ്പൊ പിന്നെ ഒരു പ്രശ്നം ഉണ്ടായിട്ടാ. അപ്പൊ ഞാന് ആള് വിളിച്ചപ്പോ പറഞ്ഞു ചോറ് ചോദിച്ചപ്പോ ആ ചോറ് വെച്ചു. എന്റെ കൂട്ടാനും ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു കേങ്ങ് പൊരിച്ചതാണ് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് അത്, കേങ്ങ് പൊരിച്ചത്. നിങ്ങൾക്ക് ആരും ഇഷ്ടമുണ്ടോ അറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം. പ്രത്യേകിച്ച് പ്രഗ്നൻസിയിലൊക്കെ കഴിക്കാം. പിന്നെ മീനിന്റെ തല ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമായി. തല പൊരിച്ചത് എന്ന് വെച്ചാൽ വലിയ മീനിന്റെ തല പൊരിച്ചത്, അതേപോലെ കേങ്ങ് പൊരിച്ചതൊക്കെ ഭയങ്കര ഇഷ്ടമായി. നെയ്യപ്പതൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാന് പറഞ്ഞു ആ കേങ്ങ് പൊരിച്ചത്. അപ്പൊ ഉമ്മ റൂമിൽ നിന്നാണ് ആള് പറയുന്നത്. ആളോട് ഞാൻ പറഞ്ഞു, ആള് റൂമിലായിരിക്കുന്നത്. പുറത്ത് വാതിൽ കുറ്റിയിട്ടിട്ടുണ്ട്. പുറത്ത് ഉമ്മ ഇത് ഒളിഞ്ഞു കേൾക്കുകയാണ്, പറയുന്നതൊക്കെ ഒളിഞ്ഞു കേൾക്കുക. അങ്ങനെ കേങ്ങ് പൊരിച്ചത് കഴിച്ചു എന്ന് അറിഞ്ഞത് ഉമ്മ അറിഞ്ഞു. ഫോൺ കേട്ടിട്ട് ഉമ്മ അറിഞ്ഞിട്ട് പിന്നെ അത് പ്രശ്നമായി. കേങ്ങ് കഴിക്കാൻ പാടില്ല, കേങ്ങ് കഴിച്ചാല് കുട്ടി വലുതാവും, കുട്ടിക്ക് തൂക്കം കൂടും, കുട്ടി പള്ളിയിൽ നിന്ന് പോയി വെച്ചിട്ട് ഉമ്മ ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടാ ഇങ്ങനെ വിളിച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് പറയാൻ പോയത് എന്നൊക്കെ. ഞാൻ പറഞ്ഞിട്ടൊന്നും ഇല്ലാന്നാണ് കേട്ടോ. പിന്നെ ഉമ്മ അങ്ങനെ ഉമ്മ ആണെങ്കിൽ വാതിന്റെ അടുത്ത് നിന്നാണ് കേട്ടിട്ടുണ്ടാവും, നിസ്സാരമായിട്ട് പറഞ്ഞു. അങ്ങനെ വാതിന്റെ അടുത്ത് നിന്ന് കേട്ടിക്കാണ്ട് പറയേണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലോ.
ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേ കാര്യത്തിന് ഇഷ്യൂസ്, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണൊക്കെ അതിനൊക്കെ ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ പ്രശ്നം കഴിഞ്ഞു. പിന്നെ ഡെലിവറിന്റെ സമയത്തിയപ്പോൾ രാവിലെ അഡ്മിറ്റ് ആക്കാണ്. നമുക്ക് രാവിലെ 10-ാം തീയതി രാവിലെ അവളെ അഡ്മിറ്റ് ആക്കാണ്. അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമല്ലോ. അപ്പോൾ 10-ാം തീയതി രാവിലെ അഡ്മിറ്റ് ആക്കി. ഒക്ടോബർ 10-ന് രാവിലെ അഡ്മിറ്റ് ആക്കി. അപ്പോൾ അവള് ഭയങ്കര പേടിയും ടെൻഷനൊക്കെ ഉണ്ട്. കാരണം ഫസ്റ്റ് അല്ലേ, 19ാമത്തെ വയസ്സിലെ ഫസ്റ്റത്തെ കുഞ്ഞാണ്. നമുക്കൊരു പേടി, നമുക്ക് അറിയില്ലല്ലോ. ആ ഒരു പേടി ഇതൊക്കെ ഉണ്ട്. എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ പോകുന്നു. അങ്ങനെ റൂം ഷിഫ്റ്റ് ആയിട്ട് പിന്നെ ഹോസ്പിറ്റൽ, അപ്പോൾ ലേബർ റൂമിൽ കയറ്റി. നമ്മൾ കുട്ടിയപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുട്ടി ഇങ്ങനെ താഴ്ത്തത് വന്നിട്ടൊന്നുമില്ല. ഭയങ്കര പിന്നെ അങ്ങനെ അന്നത്തെ ദിവസം ഫുള്ള് അന്ന് ഉച്ചയായപ്പോഴത്തേന് വേദന തുടങ്ങി. ഭയങ്കരമായിട്ട് വേദന, പെയിൻഫുള്ള്. പക്ഷെ കുട്ടി വരുന്നില്ല. മെയിനായിട്ട് പ്രശ്നം കുട്ടിക്കാവുന്നില്ല. കുട്ടി തല തിരിഞ്ഞുകൊണ്ട് വരുന്നില്ല. അപ്പോൾ ഡോക്ടർമാർക്ക് ഭയങ്കര, എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനായി. അപ്പം എന്നോട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന്റെ മുമ്പ് നമ്മ പറഞ്ഞിട്ടുണ്ട്, പെറാതെ ഈ പെരയ്ക്ക് പോരുത്, പ്രത്യേകിച്ച് കീറി മുറിച്ചുകാണ്ട് എന്ന് വെച്ചാൽ സിസേറിയൻ അയക്കാണ്ട് ഈ പെരയ്ക്ക് പോരാന്ന് തന്നെ വിചാരിച്ചത് എന്നോട് പറഞ്ഞു കേട്ടോ. സിസേറിയൻ അയക്കാണ്ട് ഈ പെരയ്ക്ക് പോരാന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ട. അതിലും നല്ലത് എനിക്ക് എൻ്റെ പെരയിൽ നിന്ന് നിൽക്കണതാണ്. ഈ പെരിക്ക് പോരാൻ നിൽക്കണ്ട, എനിക്ക് പെറ്റുകാണ്ട് പോന്നാൽ മതി. ഈ ഒരു വാക്ക്, പെറ്റുകാണ്ട് പോന്നാൽ മതി എന്നുള്ള വാക്ക് പറഞ്ഞു. ഇതാണ് എൻ്റെ മനസ്സിൽ. ഹോസ്പിറ്റലിൽ നിന്ന് ഫുൾ ലേബർ റൂം കയറ്റിയത് തൊട്ട് ഇതാണ് എൻ്റെ മനസ്സിൽ. ഫസ്റ്റ് ഓപ്പറേഷൻ ആവോ സിസേറിയൻ ആവോ, ഈ പേടിയാണ് എൻ്റെ മനസ്സിൽ. അതിന് പുറമെ ഇങ്ങനെ പറഞ്ഞത് പിന്നെ വരികയാണ്. ഇത് ഓരോ സമയം കഴിയുമ്പോഴത്തേനും എൻ്റെ മനസ്സിൽ അതാണ് വരുന്നത്. ഭയങ്കര ടെൻഷന്. ഞാനെന്ന് പറയുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം നിറയാൻ സാധ്യത ഉണ്ട്. ഇത് ഞാനൊരു കഥ പോലെ പറഞ്ഞു തരാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അല്ലാതെ കരഞ്ഞാണ് വഷളാക്കാൻ ഞാൻ ഒട്ടും ആഗ്രഹിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ കഥയാണ്, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ ഇത് ഞാൻ കരഞ്ഞ് വഷളാക്കാൻ ഇപ്പം തന്നെ കണ്ണ് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പേടിച്ചിരിക്കണം. അമ്മ എനിക്ക് പേടിയുണ്ട്, ഓപ്പറേഷൻ ആവും എന്നുള്ള പേടിയാണ് എനിക്ക് ഭയങ്കരമായിട്ട്. എൻ്റെ മനസ്സിൽ ആ പേടി നല്ലോണം ഉണ്ട്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു ഞാൻ മിസ്സിനോട് പറഞ്ഞു കേട്ടോ, എനിക്ക് ഓപ്പറേഷൻ വേണ്ട കേട്ടോ, നിങ്ങൾ എങ്ങനെയായാലും ഓപ്പറേഷൻ ചെയ്യരുത് കേട്ടോ, ഞാൻ മരിച്ചോട്ടെ എന്നാലും സാരില്ല, നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യരുത് കേട്ടോ, എനിക്ക് പ്രസവിച്ചാണ്ട് തന്നെ പോകും. എൻ്റെ ചുറ്റും ഒരാള് പ്രഗ്നന്റ്, 2 കുട്ടികളുണ്ട്, 5ാമത്തെ ഡെലിവറി ആണല്ലോ. അതിൽ 2 ട്വിൻസ് ആണുള്ളത്. അതിൽ ഒരാൾ ഓപ്പറേഷൻ ചെയ്ത് കൊടുത്തു, ഒരാളെ പ്രസവിച്ചും പോന്നു, ഒരാളെ ഓപ്പറേഷൻ ചെയ്ത് കൊടുത്തു. അതിൽ ഓപ്പറേഷൻ ചെയ്ത കുട്ടിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്. ഇപ്പുറത്ത് ഒരാളെ ലേബർ റൂം പേടിയായിട്ട്, എന്ന് വെച്ചാൽ പ്രസവം പേടിയായിട്ട് സിസേറിയൻ എടുത്ത ആളുണ്ട്. ഞാനിതില് എന്താ പറയാ, ഞാന് സിസേറിയൻ വേണ്ട, പ്രസവിച്ച് പോന്നാൽ മതി എന്നുള്ളൊരു ഇത് മാത്രമാണ് എനിക്കുള്ളത്. അപ്പം ഓക്കെ ആവിടാ, പ്രസവം ആവിടാ, ഈ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സമാധാനിപ്പിക്കുന്നത്. ഭയങ്കര നല്ല നേഴ്സുമാരായിരുന്നു കേട്ടോ, ഡോക്ടർക്ക് നല്ലതായിരുന്നു. അപ്പോൾ ഡോക്ടർ എന്ന സുമയ്യ ഡോക്ടറാണ്, മറ്റേ മെമ്മോറിയൽ ഹോസ്പിറ്റൽ, സാഗർ ഹോസ്പിറ്റൽ മലപ്പുറം. അവിടെ ഒരു സുമയ്യ ഡോക്ടർ ഉണ്ട്. ആ ഡോക്ടറായിരുന്നു എൻ്റെ ഡെലിവറി എടുത്തിരുന്നത്. അപ്പോൾ ആ ഡോക്ടർ ഇതിന് മെയിനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ പറഞ്ഞ സാരല്ലടാ, ഇത് പേടിക്കൊന്നും വേണ്ട, ഒക്കെ ശരിയാവും, കുട്ടീനെ കിട്ടും അങ്ങനെ പറഞ്ഞിട്ട് സമാധാനിപ്പിച്ചു. അങ്ങനെ ഒക്ടോബർ 10-ാം തീയതി രാത്രി കഴിഞ്ഞു. ഒരു മാറ്റം കാണുന്നില്ല. വേദനയൊക്കെ ഉണ്ട്, നല്ല വേദന ഉണ്ട്. അങ്ങനെ വേദന വന്നും പോയി 5 മിനിറ്റ് കൂടുമ്പോൾ, 5 മിനിറ്റ് ഇല്ല തോന്നുന്നു, 3-4 മിനിറ്റ് കൂടുമ്പോൾ വേദന വരുന്നുണ്ട്. വേദന വന്നുകൊണ്ട് ഭയങ്കര വേദന ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ പഠിച്ചവന് പുറത്തുനിന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇങ്ങനെ ലായിലത് ചെല്ലിയാൽ മതി, നസ്മിനുള്ളതൊക്കെ അത് ചെല്ലിയാൽ മതി, സുബാനുള്ളത് ചെല്ലിയാൽ മതി, ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അതൊക്കെ ഇങ്ങനെ ഓടാൻ തുടങ്ങി. അപ്പൊ നമുക്ക് ഒരു സമാധാനം ഉണ്ട്. അപ്പൊ ഇങ്ങനെ പിന്നെ റിപ്പീറ്റ് അടിച്ചാണെങ്കിൽ വേദന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സാധാരണ അങ്ങനെ തന്നെയാണ് വേദന വരിക. എന്നിട്ട് അങ്ങനെ വന്നിട്ട് അപ്പോ വൈകുന്നേരമായി, രാത്രിയായി, ഒരു മാറ്റം കാണില്ല. ലേബർ റൂമിൽ തന്നെ കിടക്കുന്നത്. പിറ്റേ ദിവസമായിട്ടും ഒരു മാറ്റം കാണില്ല. അപ്പം അവിടെ ഹാള് തുടങ്ങി പുറത്ത്. അന്ന് മുഹറം 10 ആയിരുന്നു കേട്ടോ. പിറ്റേ ദിവസം മുഹറം 10 ആയിരുന്നു, 11-ാം തീയതി, ഒക്ടോബർ 11-ന് മുഹറം 10 ആണെന്ന്. അപ്പോൾ എല്ലാവരും നോമ്പ് വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ എന്താ പറയാ, അവിടെ ഓത്തും ഇതൊക്കെ ഉണ്ട്. എല്ലാവരും അങ്ങനെ ഇതായിട്ട് അവിടെ താത്തനുണ്ട്. അപ്പൊ മെയിനായിട്ട് ആ താത്താനൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ആ താത്താൻ്റെ അടുത്ത് തന്നെ കൂടുതൽ ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ചോറൊന്നും ഇല്ലെങ്കിൽ ഇവിടുന്ന് ഒന്നും തരുന്നില്ലെങ്കിൽ ഞാൻ ആ താത്താൻ്റെ അടുത്ത് ഫുൾ ടൈം ഞാൻ ആ താത്താൻ്റെ അടുത്ത്. എൻ്റെ ഉമ്മാന്റെ സ്ഥാനത്താണ് ഞാൻ ആ താത്താനെ കണ്ടത്. ഉമ്മാന്റെ സ്ഥാനത്ത് അല്ല, ഉമ്മാനെ പോലെ ഞാൻ ആ താത്താനെ കണ്ടത്. താത്താത്തേക്ക് വിളിച്ചത് ഞാൻ ഉമ്മാനെ ഒരുപാട് ഇഷ്ടം. ഓക്കെ, ആ താത്താനെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഫാമിലിയിൽ ഫുള്ള് എല്ലാവരും എനിക്ക് ഇഷ്ടമായിരുന്നു. ഒരാളെ പോലും ഞാൻ വിട്ടു പറയുന്നില്ല കേട്ടോ, എല്ലാവരും എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ പക്ഷെ ഞാൻ അനുഭവിച്ച ജീവിതം ഇങ്ങനെയാണ്. കാരണം ഒരാള് മോശമാണെങ്കിൽ ആ കുടുംബത്തിന്, ആ ജീവിതത്തിന് ഒരു അർത്ഥമില്ല. ഓക്കെ, അപ്പൊ ഡെലിവറി സ്റ്റോറി പറയാം. അങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അങ്ങനെ പുറത്ത് തുടങ്ങി, ഇവളെന്താ പറയാത്ത എന്താ പറഞ്ഞില്ലേ, പുറത്ത് ഭയങ്കര പ്രശ്നങ്ങൾ പറഞ്ഞു. അപ്പൊ നേഴ്സിനോട് പറഞ്ഞു, എന്ത് ഫാമിലി ആടി നിന്റേത്, നിന്റെ കിട്ടിയതിന്റെ ഫാമിലി എന്താടി ഇങ്ങനെ, അവരവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു, ഈ പെറ്റ് പോരെന്ന് പറഞ്ഞിട്ടൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെയാണോ സാധാരണ പറയേണ്ടത്? അപ്പൊ ഞാൻ എന്താ പറയാനാ,
അപ്പൊ എനിക്ക് പിന്നെ ടെൻഷൻ വന്നു, കാരണം ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഓൾറെഡി എന്റെ മനസ്സിൽ ടെൻഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ പുറമെ ഈ ടെൻഷന് പിന്നെയും പിന്നെ കൂടി വരികയാണ്. അപ്പൊ 8 മണി കഴിഞ്ഞു, രാത്രി 8 മണി ആയി. ഒക്ടോബർ 11 രാത്രി 8 മണി കഴിഞ്ഞിട്ടും എനിക്കൊരു മാറ്റം കാണുന്നില്ല. കുട്ടി പെറണില്ല, കുട്ടി പോരുന്നില്ല. അപ്പൊ എന്നോട് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് BP കൂടി വരുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒന്ന് തീരുമാനിക്കുക, നമുക്ക് സിസേറിയൻ എടുക്കാം, സാരമില്ല, ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ല, സാധാരണ പെൺകുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഉള്ളതാണ്, ഈ ഡെലിവറി ഇതൊന്നും പറഞ്ഞാൽ അതിലൊന്നും ഒരു കാര്യമില്ല, സിസേറിയൻ ആയാലും കുട്ടിയാണ് വലുത്. അപ്പോഴും ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് ഡോക്ടറിന്, വേണ്ട ഡോക്ടർ, എനിക്ക് കെട്ടിയുടെ വീട്ടിൽ പോവാനുള്ള, ഹസ്ബൻഡിന്റെ വീട്ടിൽ പോകണം ഡോക്ടർ, എനിക്ക് വേണ്ട, ഞാൻ മരിച്ചോട്ടെ കുഴപ്പമില്ല, എന്റെ കുട്ടീനെ എനിക്ക് വേണം, ഇത്ര പറയണ്ട. പിന്നെ അങ്ങനെ സമയം വൈകുന്നതിനനുസരിച്ച് രണ്ടാൾ, എന്റെ ഹാർട്ട് ബീറ്റും കുറഞ്ഞു വന്നു, എനിക്കും വയ്യാണ്ടാവൽ തുടങ്ങി, കുട്ടീന്റെ ഹാർട്ട് ബീറ്റും കുറഞ്ഞു വന്നു. കാരണം എനിക്ക് ഓൾറെഡി ടെൻഷൻ കൂടിയിട്ടുള്ള പ്രശ്നം, അവന് ഹാർട്ട് ബീറ്റ്, കാരണം ടൈം വൈകി കഴിഞ്ഞല്ലോ, കാരണം ഒരു 10 ദിവസം എന്നുള്ളത് മാറി, 11ാമത്തെ ദിവസം എന്നുള്ളത് എത്തി. ഡെലിവറി ഡേറ്റ് 10-ാം തീയതിയാണ് കൊടുത്തിട്ടുള്ളത്, 11-ാം തീയതി എത്തി. അപ്പൊ കുട്ടീന് ഇത് ഫുള്ള് പോകുന്നുണ്ട്, ഒരു ചെറിയ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ ഡോക്ടർമാർ എന്റെ സമ്മതം ചോദിക്കുന്നില്ല, അവര് എന്നോട് ചോദിക്കുന്നില്ല. അപ്പൊ ഞാൻ ഭയങ്കര ഇതായി, വേറൊരു അവസ്ഥയിലായി. ആ സമയത്താണ് ഇവര് പുറത്ത് ഭയങ്കര ഇത് നടക്കുക. അപ്പൊ വരുന്ന ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു. ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോ ഒരു മാറ്റം പറ്റൂല, കാരണം 2 പേരെ ജീവൻ അപകടത്തിലാണ്, ഒന്നില്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ കുട്ടി. ഇപ്പൊ കുറച്ചും പാടി അങ്ങനെ 9 മണിയായി. അപ്പോൾ ഡോക്ടർമാർ പിന്നെയും വന്നോണ്ട് പറയാണ്, ഓക്കെ, കുട്ടീന്റെ ജീവനെങ്കിലും തിരിച്ചെടുക്കണം, കിട്ടണം. അപ്പൊ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു, അല്ലാതെ വർത്താനം പറയാനൊന്നും കഴിയില്ല. അപ്പൊ ഞാൻ ഡോക്ടർ, എന്റെ കുട്ടീനെങ്കിലും എന്റെ അമ്മാൻ്റെ അടുത്ത് കൊടുക്കണം, എന്റെ അമ്മ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് കുട്ടിക്ക് വേണ്ടിയിട്ട്, എന്റെ കുട്ടീനെങ്കിലും എന്റെ അമ്മാൻ്റെ അടുത്ത് കൊടുക്കണം കേട്ടോ, എനിക്ക് എന്തും പറ്റിക്കോട്ടെ, ഞാൻ മരിച്ചോട്ടെ, എനിക്ക് കുഴപ്പമില്ല, കാരണം എനിക്കൊരു പേടിയാണ്, നമ്മൾ നമുക്ക് തിരിച്ചു പോകണല്ലോ, ജീവിച്ചിരുന്നാലല്ലേ ആ ഒരു ഇതുണ്ടാവുള്ളൂ, അപ്പൊ നമ്മള് മരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ എനിക്ക് കുഴപ്പമില്ല, ഞാൻ മരിച്ചോട്ടെ, പക്ഷെ കുട്ടീനെ എനിക്ക് എന്റെ അമ്മക്ക് കൊടുക്കണം കേട്ടോ എന്ന് ഞാൻ എന്റെ അമ്മാനോട് ഞാനിത് പറയുന്നുണ്ട്, ഉമ്മാനോട്, ഓക്കെ, ഡോക്ടറിനോട് ഞാനിത് പറയുന്നുണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, എന്താ സാരമില്ല, ഇല്ല കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഓക്കെ. പിന്നെയും സമയം കഴിഞ്ഞു, 9:15 കഴിഞ്ഞതിന് സമയം, 9:15 ആയതിനു ശേഷമാണ് എന്താ 9:15 ആയതിനു ശേഷം എന്റേത് ഓൾറെഡി ഇതായി, ഞാൻ ബോധം പോയി, എന്റെ ബോധം ഇതൊക്കെ പിന്നെ ഇടക്ക് വരുന്നുണ്ട്, ഇടക്ക് പോകുന്നുണ്ട്, ഈ വേദന വരുന്നതിനനുസരിച്ച് ഇതാവണം. അപ്പൊ ഞാൻ ഡോക്ടറിനോട് പിന്നെയും പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പുറത്ത് പോയിട്ട് ഫിക്സ് ചെയ്തു, ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഉമ്മൊക്കെ തുടങ്ങി പ്രശ്നം ഉണ്ടാക്കൽ തുടങ്ങി. ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉമ്മ ഇഷ്യൂസ് ഉണ്ടാക്കൽ തുടങ്ങി അവിടുന്ന്. പിന്നെ അവിടുന്ന് അവരെ മകന് ടെൻഷൻ വന്നെന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ പേപ്പറിൽ ഒപ്പിടാൻ പോലും ഒരാളും മുമ്പ് വന്നില്ല. എന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ ഉപ്പാക്ക് അല്ലേ വേണ്ടി, ഹസ്ബൻഡ് ഉപ്പയല്ലേ പറ്റുള്ളൂ. അപ്പം ആരും ഒപ്പിടാൻ വന്നില്ല. അപ്പോൾ അവളെ ഹസ്ബൻഡോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ടെൻഷനാണ്, അപ്പൊ അതുകൊണ്ട് ഓന് വേണ്ട. അപ്പൊ വലിയ കാക്ക പറഞ്ഞു, ഞാൻ ഒപ്പിട്ടോളാണ്. അപ്പൊ പറഞ്ഞു, ഒന്നില്ലെങ്കിൽ അവളെ ഹസ്ബൻഡിനെ ഒപ്പിടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവളെ സ്വന്തം ഉപ്പാക്ക് ഒപ്പിടാൻ പറ്റുള്ളൂ, വേറെ ഒരാൾക്ക്, മൂന്നാമതൊരാൾക്ക് ഇതിൽ ഒപ്പിടാൻ പറ്റില്ല, ഈ 2 ആൾക്കാർക്കേ ഒപ്പിടാൻ പറ്റുള്ളൂ. അപ്പൊ ആൾക്കൊന്നും പറ്റുന്നില്ല, പറയുന്നില്ല. അപ്പൊ എന്നോട് പിന്നെ വന്നിട്ട് പറഞ്ഞു, ഞാൻ പറ്റ തയ്യാറായിരുന്നു. അപ്പൊ ആ സമയത്ത് വന്നിട്ട് പറഞ്ഞു, എന്താണ് നിന്റെ വീട്ടുകാരൻ, നിന്റെ ഓപ്പറേഷൻ ഒരു കുട്ടിന്റെ ജീവൻ വെച്ചാണ് കളിക്കുന്നത്, അതിലൊന്നും ഒരു ഒപ്പിടാൻ പോലും ഒരാളും കൂട്ടാക്കുന്നില്ല എന്നുള്ളത് ഡോക്ടർ എന്റെ മുഖത്ത് പൊക്കി പറഞ്ഞു. ഇതൊക്കെ നമുക്ക് ടെൻഷൻ കൂടാ. ആ സമയമായപ്പോ എനിക്ക് ടെൻഷൻ കൂടി ഹാർട്ട് ബീറ്റ്. അപ്പൊ ഇനി അവർക്ക് ഷിഫ്റ്റ് ചെയ്യാതെ വേറെ വഴിയില്ല. അപ്പൊ അവർ ഷിഫ്റ്റ് ചെയ്തു, ഓപ്പറേഷൻ ICU ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ ഓക്കെ, അവരെ ഒക്കെ ചെയ്ത് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ നമ്മൾ ബോധാവസ്ഥയിലാണ്. അവർക്ക് ഉറപ്പില്ല ഞാൻ ഇന്നെ തിരിച്ചു കിട്ടും എന്നുള്ളത് അവർക്ക് ഉറപ്പില്ല. പക്ഷേ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ ഉമ്മാനോട്, എന്റെ ഉപ്പ എവിടെ ഇല്ല, അപ്പൊ ഉമ്മാനോട് പറഞ്ഞു, അവള് കിട്ടുന്ന ഉറപ്പൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞു. കുട്ടീനെ വേണമെങ്കിൽ ഞങ്ങൾ തരാന്ന് പറഞ്ഞപ്പോൾ എന്റെ അമ്മ ബോധം കെട്ട് വീണു. എന്റെ അമ്മ, കാരണം എന്റെ അമ്മക്ക് ഞാനെന്ന് വെച്ച ജീവനാണ്, അമ്മ മക്കള് എന്ന് വെച്ച ജീവനാവില്ലേ. അപ്പൊ ഞാൻ ബോധം കെട്ടി ഞാൻ വീണിട്ടുണ്ട്. അമ്മ ബോധം കെട്ട് വീണു. എന്നെ കിട്ടൂല എന്ന് പറഞ്ഞപ്പോ തന്നെ അമ്മ ബോധം കെട്ട് വീണു. കുട്ടീനെ കിട്ടൂല എന്ന് പിന്നെ പറഞ്ഞു. അപ്പൊ അമ്മ ഭയങ്കരമായിട്ട് ബോധം കെട്ട് വീണു. അപ്പൊ ഉമ്മക്കൊന്നും ചെയ്യാം, ഉമ്മാനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ഉമ്മ അത്ര. പക്ഷെ ആ താത്തക്ക് ഉണ്ട്, താത്തക്ക് ഓത്തും ഇതൊക്കെ ആയിട്ട് താത്തക്കൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ട്. കാരണം താത്തക്ക് വെച്ച് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അത് ഉമ്മ ബോധം വിട്ട് വീണു. പിന്നെ ആരുമില്ല, ഓടിയൊക്കെ. പിന്നെ മൂത്തമാരൊക്കെ വന്നു, പിന്നെ അവരൊക്കെ ഉണ്ടായി. അങ്ങനെ ഓപ്പറേഷൻ റൂമൊക്കെ ചെന്നിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം ഡോക്ടർ പറഞ്ഞു, നിനക്കൊരു കുട്ടീനെയാണ് പഠിച്ചു തന്നിട്ടുള്ളത്, ഇനി ഓക്കെ, അവളുമ്പാട് അവൾക്കൊരു നെയ്സിനോട് പറയുന്നുണ്ട്, അവൾക്കൊരു കുട്ടീനെയാണ് പഠിച്ചു തന്നത്, ഇനി അവള് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇനി അവൾ ഓക്കെ ആയി വന്നാൽ മതി, അവളെ കിട്ടിയാൽ മതി, നമുക്ക് അതിനുള്ളത് നോക്കാന്ന് പറഞ്ഞു.